ഹലോ ട്രേഡേഴ്സ്. ഇന്ന് നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. മാർക്കറ്റിന്റെ മൂവ്മെന്റ് വെച്ച് തന്നെ നമുക്ക് മാർക്കറ്റ് അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. അത് അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ, അതോ അത് റിവേഴ്സൽ വെക്കുമോ, അത് എന്താ അടുത്തത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ട്രെൻഡിങ് മൂവ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാർക്കറ്റ്, അതായത് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള പച്ച കളർ ക്യാൻഡിൽ വെച്ച് മേലെ ഏറുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രെൻഡിങ് മൂവ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനെ പച്ച കളർ ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് മേലെ ഏറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ട്രെൻഡിങ് മൂവ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷനിലോട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകൾ വെച്ച് പോകുന്നതിനെയാണ് നമ്മൾ ട്രെൻഡിങ് മൂവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി ബിയറിഷിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ചുമല കളർ ക്യാൻഡിൽ വെച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങും. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ആ ക്യാൻഡിലിന്റെ നീളം വളരെ കൂടുതലായിരിക്കും. നമുക്ക് കാണുമ്പോഴേ അറിയാം അതൊരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണെന്ന്. സാധാരണ ക്യാൻഡിലുകളെക്കാളും വളരെ നീളമായിട്ട് ഉള്ള ക്യാൻഡിൽ, അതേപോലെ ക്യാൻഡിലിന്റെ നമ്പറും കൂടുതലായിരിക്കും. ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ട്രെൻഡിങ് മൂവ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഇതൊരു ട്രെൻഡിങ് മൂവ് ആണ്. ഇത് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. മാർക്കറ്റിൽ ഇതൊരു ട്രെൻഡിങ് മൂവ് ആണ്. അടുത്തത് ഇതൊരു ട്രെൻഡിങ് മൂവ് ആണ്. കാരണം നമുക്ക് ഇതെന്താ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്, അതേപോലെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകളാണ് അവിടെ ഉള്ളത്. സ്ട്രോങ് ആയിട്ടുള്ള നീല കളർ ക്യാൻഡിലുകൾ, പച്ചയാണ്, ഞാൻ കളർ മാറ്റി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകൾ വെച്ച് മാർക്കറ്റ് പോകുന്നതിനെയാണ് നമ്മൾ ട്രെൻഡിങ് മൂവ് എന്ന് പറയുന്നത്. ഇതൊരു ട്രെൻഡിങ് മൂവ് ആണ്. ഇത് അടുത്തൊരു ട്രെൻഡിങ് മൂവ് ആണ്. ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ക്യാൻഡിലുകളുടെ എണ്ണം കൂടുതലായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തും കൂടുതലായിരിക്കും. ഇനിയും മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അതിന്റെ ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെറിയ ക്യാൻഡിലുകൾ വെച്ച്, അതായത് ചെറിയ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ അതിന്റെ നമ്പേഴ്സ് കുറവായിരിക്കും, അതേപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തും കുറവായിരിക്കും. അങ്ങനെയുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ചെറിയ ക്യാൻഡിൽ വെച്ച് ഒരു മൂവ്മെന്റ് നടത്തുന്നതിനെ നമ്മൾ റീട്രേസ്മെന്റ് മൂവ് എന്ന് പറയും. ഇപ്പം നോക്കുവാണെങ്കിൽ ഇതൊരു ട്രെൻഡിങ് മൂവ് ആണ്. ഇവിടെ ഒരു റീട്രേസ്മെന്റ് മൂവ് ഇവിടെ ഉണ്ട്. കാരണം മാർക്കറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ചെറിയ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് റീട്രേസ്മെന്റ് മൂവ്. ഇവിടെ നോക്കുമ്പോഴേ അറിയാം അതിന്റെ സ്ട്രെങ്ത് വന്ന് വളരെ കുറവാണ്. ഇങ്ങനെയുള്ള മൂവിനെയാണ് റീട്രേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു റീട്രേസ്മെന്റ് മൂവ് ഉണ്ട്, പക്ഷെ ഇതിന്റെ സ്ട്രെങ്ത് വന്ന് വളരെ കുറവാണെന്ന് നമുക്കറിയാം. കണ്ടോ, ഇത് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ആ ട്രെൻഡിങ് മൂവ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വന്ന് സ്ട്രെങ്ത് വളരെ കുറവാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ വലിയ വലിയ ക്യാൻഡിലുകൾ വെച്ച് മാർക്കറ്റ് മേലേറുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വളരെ ചെറിയ ക്യാൻഡിലുകൾ വെച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റീട്രേസ്മെന്റ് മൂവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എൻട്രി എവിടെ എടുക്കാം? മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിൽ നിൽക്കുകയാണ്. ഒരു സ്ട്രോങ് ട്രെൻഡിങ് മൂവ് കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഈ റീട്രേസ്മെന്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് കുറച്ച് താഴെ ഇറങ്ങിയിട്ട് മേലെ ഏറുമല്ലോ. അതായത് ഒരു ട്രെൻഡിങ് മൂവ് റീട്രേസ്മെന്റ് ഇവിടെ നടന്നു. അത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് ഈ ഹൈയെ ഉടച്ച് മേലെ ഏറുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. SL വന്നിട്ട് ഈ ലോയ്ക്ക് കുറച്ച് താഴെ നമ്മൾ SL വെക്കുന്നു. എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥലത്ത് എൻട്രി എപ്പോൾ എടുക്കണം എന്ന് വെച്ചാൽ ട്രെൻഡിങ് മൂവ് വന്ന് സ്ട്രോങ് ആയിരിക്കുകയും റീട്രേസ്മെന്റ് മൂവ് വന്ന് വളരെ കുറച്ച്, അതായത് അതിന്റെ സ്ട്രെങ്ത് വന്ന് വളരെ കുറവായിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവുള്ളൂ. ഈ ഹൈയെ, അതായത് ട്രെൻഡിങ് മൂവിന്റെ ഹൈയെ റീട്രേസ്മെന്റ് മൂവിന് ശേഷം ഉടയ്ക്കുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ SL, അതായത് ഈ ലോയുടെ താഴെ നമ്മൾ SL വെക്കുന്നു.
ഇതാണ് എൻട്രി എസ് എൽ എങ്ങനെ വെക്കണമെന്നുള്ളത്. ഇനിയും ട്രെൻഡിങ് മൂവ് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നു, റീട്രേസ്മെന്റ് മൂവും വളരെ ചെറുതായിട്ട് പോകുന്നു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ട്രെൻഡിങ് മൂവ് ഇവിടെ കൂടുതലാണ്, ഇവിടെ റീട്രേസ്മെന്റ് കുറവാണ്. എഗെയിൻ ഇവിടെ ട്രെൻഡിങ് മൂവിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെ നോക്കുവാണെങ്കിൽ ട്രെൻഡിങ് മൂവ് കുറച്ച് അതിന്റെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് കളർ ക്യാൻഡിൽ വന്ന് അതിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തിരിച്ച് ഈ റീട്രേസ്മെന്റ് മൂവ് നോക്കിക്കേ, ഏകദേശം ഇതിന് ഈക്വൽ ആയിട്ടാണ്, അതുപോലെ തന്നെ സ്ട്രെങ്തോടെയാണ് ഇവിടെ റീട്രേസ്മെന്റ് മൂവ് നടന്നിരിക്കുന്നത്. ഇങ്ങനെ ട്രെൻഡിങ് മൂവ് കുറവും റീട്രേസ്മെന്റ് മൂവ് കൂടുതലും, അതായത് റീട്രേസ്മെന്റ് മൂവിന്റെ സ്ട്രെങ്ത് കൂടുതലുള്ള സമയത്ത് മാർക്കറ്റ് അടുത്തത് കൺസോളിഡേറ്റ് ആകാൻ പോവുകയാണെന്നാണ് അർത്ഥം. മാർക്കറ്റ് അതായത് ഇതുവരേക്കും ഫോളോ ചെയ്ത് വന്നിരുന്ന ആ ഈസി ആയിട്ട് ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, ഇപ്പം അത് മാറ്റിയിട്ട് മാർക്കറ്റ് അവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്ത് അതിന് ശേഷമായിരിക്കും മൂവ്മെന്റ് നടത്തുക. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ റീട്രേസ്മെന്റ് വന്ന് വളരെ കൂടുതലാണ്. അടുത്തത് നോക്കാം, മാർക്കറ്റ് ഇവിടെ ഒരു കൺസോളിഡേഷൻ വെച്ചു. ഇവിടെ നിന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് അടുത്ത മൂവ്മെന്റ് മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം സ്ട്രോങ് ആയിട്ട് ഒരു റീട്രേസ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് അലേർട്ട് ആയിരിക്കണം. മാർക്കറ്റ് അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അവിടെ ഒരു കൺസോളിഡേഷൻ വെച്ച് ചിലപ്പം ട്രെൻഡ് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ട്രെൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയും ചെയ്യും. ഇതുപോലെ GBP CAD-ലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. GBP CAD ഇത് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്. ഇതൊരു ട്രെൻഡിങ് മൂവ്, റീട്രേസ്മെന്റ്, ട്രെൻഡിങ്, റീട്രേസ്മെന്റ്. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, റീട്രേസ്മെന്റിന്റെ സ്ട്രെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ ഒരു ട്രെൻഡിങ് മൂവ് കാണുന്നു. റീട്രേസ്മെന്റ് മൂവിന് ശേഷം നമുക്ക് ഈ ലോ മാർക്കറ്റ് ഉടയ്ക്കുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, ഈ ഹൈക്ക് മേലെ നമ്മുടെ SL വെക്കുക, അങ്ങനെ എൻട്രി എടുക്കാവുന്നതാണ്. റീട്രേസ്മെന്റ് മൂവ് വളരെ സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ കെയർഫുൾ ആയിരിക്കണം. അവിടെ വന്ന് മാർക്കറ്റ് ചേഞ്ച് ആകാൻ പോകുന്നു, അടുത്ത മൂവ്മെന്റ് നമുക്ക് അറിയത്തില്ല, അതൊരു കൺസോളിഡേഷൻ വെച്ചിട്ട് മാർക്കറ്റ് അടുത്തതിന്റെ മൂവ്മെന്റ് കൊടുക്കത്തുള്ളൂ. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് മൂവ് ആണ്. ഇവിടെ ഒരു ചെറിയ റീട്രേസ്മെന്റ്, ട്രെൻഡിങ് മൂവ്, അടുത്തത് റീട്രേസ്മെന്റ്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ സ്ട്രെങ്ത്, അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാക്ക് കളർ ക്യാൻഡിൽ വന്നു, സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുകൾ തന്നെ വന്നിട്ട് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇവിടെ വരുമ്പോഴോ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ബ്ലൂ കളർ ക്യാൻഡിൽ വന്ന് അതിനുശേഷം ബ്ലാക്ക് കളർ വരുന്നു. അവിടെ ആ ഒരു സ്ട്രെങ്ത് കമ്മിയാകുന്നതായിട്ട് നമുക്കറിയാം. അടുത്തത് എന്താ, ഇവിടെ ഒരു നല്ല ഒരു റീട്രേസ്മെന്റ് വന്നു. റീട്രേസ്മെന്റ് വന്നതിന് ശേഷം ഇവിടെ അടുത്തത് മാർക്കറ്റ് കൺസോളിഡേറ്റ്, ഇവിടെ ഒരു ചെറിയ കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അതിനുശേഷം മൂവ് ആയിരിക്കുന്നത്. ഇനിയും USD പെയറിലൊരു എക്സാമ്പിൾ കാണിക്കാം. USD SGD. അതും എല്ലാം ഒരേ കാര്യം തന്നെ. മാർക്കറ്റിന്റെ മൂവ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന് ട്രെൻഡിങ് മൂവ് എന്നാണ് പറയുന്നത്. അപ്പം റീട്രേസ്മെന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി പോസിബിലിറ്റി ഉണ്ടെന്നർത്ഥം. റീട്രേസ്മെന്റ് മൂവ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷന് ശേഷം, അതായത് ഇങ്ങനെ റീട്രേസ്മെന്റ് വന്നതിന് ശേഷം കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് അടുത്ത മൂവ്മെന്റ് കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് അർത്ഥം. ഇതൊരു ട്രെൻഡിങ് മൂവ്, റീട്രേസ്മെന്റ് കുറച്ച് സ്ട്രോങ് ആണ്, പക്ഷെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കേ അത് കുറവായിരിക്കും. ഇതൊക്കെ അതേപോലെയാണ്. ട്രെൻഡ് ഇവിടെ വന്ന് സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലുകളാണ് താഴോട്ട് വന്നിരിക്കുന്നത്. മേലെ കുറച്ച് കമ്മി, അതിന്റെ സ്ട്രെങ്ത് വന്ന് കുറച്ച് കമ്മിയാണ്. അപ്പൊ ഇതൊരു റീട്രേസ്മെന്റ് മൂവ് ആണ്. ഇവിടെയും സ്ട്രോങ് ആയിട്ടുണ്ട്, ഇവിടെ റീട്രേസ്മെന്റ് വന്ന് സ്ട്രെങ്ത് കുറവാണ്. ഇനി ഇതിന്റെ
സ്ട്രെങ്ത് കുറഞ്ഞ് റീട്രേസ്മെന്റ് മൂവ് ഇവിടെ കൂടുതലാകുന്ന സമയത്ത് മാർക്കറ്റ് അടുത്തത് ഒരു കൺസോളിഡേഷൻ കൊടുത്തു. കൺസോളിഡേഷൻ കൊടുത്തിട്ടാണ് മാർക്കറ്റ് അടുത്ത ഒരു മൂവ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ട്രെൻഡിങ് മൂവ് എന്താണ്, റീട്രേസ്മെന്റ് മൂവ് എന്താണെന്ന് പറഞ്ഞു. അതേപോലെ മാർക്കറ്റിൽ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ള സമയം, അതായത് ട്രെൻഡിങ് മൂവ് സ്ട്രോങ് ആയിട്ട് നിന്ന് റീട്രേസ്മെന്റ് മൂവ് കുറച്ച് അതിന്റെ സ്ട്രെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന്റെ ട്രെൻഡ് ഫോളോ ചെയ്യാൻ ആണ് ചാൻസ് കൂടുതൽ. അതേപോലെ റീട്രേസ്മെന്റ് മൂവിന്റെ സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു കൺസോളിഡേഷൻ വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു വലിയ മൂവ്മെന്റ് നടത്തുക. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.